പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചീരകൃഷി, അതും ടെറസിൻ്റെ മുകളിൽ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നൊരു വെറൈറ്റിയാണ്. ചിലർക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ ബദറുദ്ദീൻ പഴന്തോട്ടം. സുഹൃത്തുക്കളെ, നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഒരു അലംഭാവം കാണിക്കരുത്. ഇത് കണ്ടോ, ഇതൊരു ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത്. അതും യൂറോ ഗാർഡ് പോലെയുള്ള പാത്തി. ഈ പാത്തി പണ്ട് നമ്മൾ റൗണ്ട് പാത്തിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടിഭാഗം സ്ക്വയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഷീറ്റ് വർക്കിന് വേണ്ടി ഉപയോഗിക്കണം. ഷീറ്റ് വർക്കിന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്തിയാണ് ഇത്. 8 ഇഞ്ചിൻ്റെ ഒരു പാത്തിയാണ്. അത് പല അവൈലബിളാണ്. 6, 8, 12 അങ്ങനെ പോകും. ഇത് 8 ഇഞ്ചിൻ്റെ ഒരു പാത്തി നമ്മൾ ഭിത്തിയിൽ ക്ലാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വച്ചേക്കുന്നുള്ളൂ. ക്ലാമ്പ് ചെയ്ത് വച്ചിട്ട് ഈ പാത്തിയുടെ 2 അറ്റത്ത് ഉള്ളിൽ 3/4 ഒരു ഹോളിട്ട് MT FT ഇട്ട് കണക്ട് ചെയ്തു. ഈ റൗണ്ട് പൈപ്പ് കട്ട് ചെയ്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട്, കാരണം അതിനകത്ത് വേസ്റ്റൊന്നും അതിലേക്ക് ചാടരുത്, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് കണക്ട് ചെയ്ത് നേരെ താഴെ പൈപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ലെങ്ത്തിൽ ഇവിടെയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് വലിയ പൈപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹട്ട് ചെയ്ത് വെച്ചാൽ ഇതിനുള്ള മറ്റേ വേസ്റ്റൊന്നും അതിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് ആ വെള്ളം നേരെ താഴോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത് പാരപ്പറ്റ് ഉണ്ടെങ്കിൽ ഈ പാരപ്പറ്റിൽ നമുക്കൊരു ഫുള്ളായിട്ട് ഒരു ഫുൾ ലെങ്ത്ത് പൈപ്പ് വയ്ക്കാം. ഉണ്ടോ, ഇതങ്ങനെ MT FT വഴി വന്നിട്ട് നേരെ ഒരു ബെൻഡ് വഴി 3/4 ഇത് മൊത്തം. 3/4 ഓസിലേക്ക് കണക്ട് ചെയ്ത് നേരെ അത് ഇങ്ങനെ ഒരു ചെറിയൊരു ടെക്നിക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഐഡിയ ആണ്, ഞാൻ വേറെ യൂട്യൂബിലൊന്നും കണ്ടാണല്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെള്ളം ഈ പൈപ്പ് കണക്ട് ചെയ്ത് നേരെ വേസ്റ്റ് ഹോളിലേക്ക് ഇടാം. അപ്പോൾ ആ വെള്ളം അതിനകത്ത് നിറഞ്ഞു പോണ വെള്ളം ഈ വഴി നേരെ വേസ്റ്റിലേക്ക് വെക്കണം. അല്ലെങ്കിൽ ഈ പൈപ്പ് വഴി ഇങ്ങനെ ഒരു ജോയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കിങ്ങനെ ബെൻഡൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ബക്കറ്റിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ വെള്ളത്തിന് ടൈറ്റുള്ളവരും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ സുഖമായ പരിപാടി. അപ്പോൾ നമ്മളിതിനകത്ത് വെള്ളം നിറയുമ്പോൾ ഒരു ട്രിപ്പ് കണക്ഷനാണ്. വെള്ളം ആയി വരുമ്പോൾ ഈ പൈപ്പ് വഴി നേരെ ബക്കറ്റിലേക്ക് ചാടും. അപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ ആ ബക്കറ്റിൽ നിന്ന് എടുത്ത് രണ്ടാമത് നനയ്ക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ വെള്ളം വേസ്റ്റായി പോവില്ല. ഇതെൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യണ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്നുള്ളൊരു കണക്ഷനാണ്. ഇതിന് സെപ്പറേറ്റ് നമ്മൾ കണക്ഷൻ കൊടുത്തില്ല. അപ്പോൾ ആ മോട്ടർ അടിക്കാൻ നേരത്താണ് ഈ ട്രിപ്പിലേക്കും വെള്ളം വരുന്നത്. അങ്ങനെ കണ്ടോ, ഈ ട്രിപ്പിലേക്ക് വെള്ളം വന്നത് ആ മോട്ടർ അടിക്കുന്ന ടൈമിൽ മാത്രമുള്ള നനവുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളമാണ് പുറത്തോട്ട് പോകാനുണ്ടാവുള്ളൂ. വന്ന വെള്ളം ആ ബക്കറ്റിൽ ചാടിക്കോളും. പിന്നെ നമുക്ക് ഇല്ലാത്ത സമയത്ത് വൈകിട്ട് എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ എടുത്ത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താലും അതാ ഇതിൽ കറക്റ്റായിട്ട് കിട്ടും. എന്നാൽ വെള്ളം വേസ്റ്റായി പോവില്ല. വെള്ളം ആവശ്യം കഴിഞ്ഞാൽ നേരെ ബക്കറ്റിലേക്ക് ചാടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ മുകളിൽ നിന്നുള്ള കണക്ഷൻ്റെ ട്രിപ്പ് കൊടുത്തതാണ്. ഒരു 8-10 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലോ ആയിട്ടാണ് കൊടുത്തേക്കണേ. അങ്ങനെ മുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇച്ചിരി ഫോഴ്സ് കൂടുതലായിരിക്കുമല്ലോ. എൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷിയിലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അവിടെ നിന്നുള്ളൊരു ഇതാണ്. ഇതൊരു വാൽവ് വെച്ചാണ് ഓൺ ഓഫ്. നമുക്ക് ബക്കറ്റിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് വെള്ളം വരില്ല. അപ്പോൾ ആ ബക്കറ്റിൽ നിന്നുള്ള വെള്ളം നമുക്കിവിടെ ഒഴിച്ച് തീർക്കുകയും ചെയ്യാം. അത് 1-2 ദിവസത്തേക്ക് ഒഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ വെള്ളം നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ഥലമില്ല എന്ന് പറയുന്നതിന് ഒരു നല്ലൊരു ഉപാധി കൂടിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും പാരപ്പറ്റ് നമുക്ക് പിന്നെ മതിലിൻ്റെ സൈഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. മതിലിൻ്റെ സൈഡിൽ ക്ലാമ്പ് അടിച്ചത് ഈ പാത്തി വെച്ച് അവിടെ നമുക്ക് ചെയ്യാം. 1-2 ലെയറാക്കി ഒരു മതിലിൽ ചെയ്യാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരുപാട് കാശായില്ലേ. ഇത് 8 ഇഞ്ചിൻ്റെ ആണ്ട് 1500 രൂപ താഴെ വരും. പിന്നെ 6 ഇഞ്ചുണ്ട്. 6 ഇഞ്ച് മതി. പക്ഷേ നമ്മൾ ഇച്ചിരി ചെയ്യുകയാണെങ്കിൽ ഇത് വർഷങ്ങളോളം നിൽക്കും. 10 വർഷത്തിന് മുകളിൽ എന്തായാലും ഈ ഒരു പാത്തി നമുക്ക് കിട്ടും. കേട്ടോ, വെള്ളം ഒഴിച്ചത് നമുക്കിത് വെള്ളം ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് വീണ്ടും എടുത്ത് അതിലേക്ക് ഒഴിക്കാം. അപ്പം നമുക്ക് വെള്ളം വേസ്റ്റായി പോവില്ല. ഇങ്ങനെ എടുത്ത വെള്ളം നമുക്ക് കറക്റ്റായിട്ട്, ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പാകത്തിനാണ് ഈ ഉച്ചയ്ക്ക് സമയത്ത്. എനിക്ക് ടൈം ഇപ്പോഴേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ വൈകിട്ടായി ഇവിടെ ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നത് അത് നനഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് ഇതിലേക്ക് വരും. അവിടെ ഒരു ചെറിയ രീതിയിൽ വെള്ളം അതിൻ്റെ അടിയിലുണ്ടാവുള്ളൂ.
ബാലൻസ് വെള്ളം മൊത്തം ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ടാണെങ്കിലും ഈ ബക്കറ്റ് നിറയുമ്പോൾ നമുക്ക് ആ വാൽവ് 2 ദിവസം ഓഫ് ചെയ്ത് വെച്ച് എല്ലാ ദിവസവും വൈകിട്ടാണെങ്കിലും നമുക്കത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ആ വെള്ളം തീരുന്നു. അപ്പോൾ ഈ പാത്തി ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരു പാരപ്പറ്റ് മിക്ക വീടുകളിലും പാരപ്പറ്റ് വെറുതെ ഫ്രീ ആയി കിടക്കായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 10 വർഷത്തിന് മേളിൽ ലൈഫ് കിട്ടുന്ന ഒരു പാത്തിയാണ്. 10 അല്ല, അതിന് മേളിൽ. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. നമ്മൾ വീടിൻ്റെയൊക്കെ ടെറസിൻ്റെ മേളിൽ വയ്ക്കാനാണ്. അപ്പോൾ എത്രയോ വർഷങ്ങൾ കണ്ടിട്ടുണ്ടാവും ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ റൗണ്ടാണ്, ഇപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഉപകാരമാണ്. ഇതുകൊണ്ട് ഇത് ഏറ്റവും വീടിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ഞാൻ പാത്തിയിൽ മറ്റേ പുതിനയില നട്ടേക്കണതാണ്. ഇത് ഒരുവിധം വലുതായി വയ്ക്കുമ്പോൾ കട്ട് ചെയ്ത് ഇവിടെ അടുത്ത ഷോപ്പിൽ കൊടുക്കാറുണ്ട്. വീട്ടാവശ്യത്തിന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഗ്രോത്തോടുകൂടി വളരുന്നുണ്ട്. അല്ല, ഇവിടെയും തോന്നുന്നത്, ഇവിടെ ഞാൻ ക്ലാമ്പല്ല, ഞാൻ പെര പണിത സമയത്ത് എൻ്റെ അന്ന് ഒരു മനസ്സിൽ ഐഡിയ തോന്നിയുകൊണ്ട് ഞാൻ ഇവിടെ ചെറിയ ഒരു 1 മീറ്റർ ഗ്യാപ്പിൽ ഇതേപോലെ പാരപ്പറ്റിൽ നിന്ന് ഒരു ഹോളോ ബ്രിക്കിൻ്റെ കല്ല് വെച്ച് കെട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ക്ലാമ്പിൻ്റെ ആവശ്യമില്ല. താഴെ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ക്ലാമ്പ് അടിച്ചത്. ക്ലാമ്പ് ഒരു സേഫ്റ്റിക്ക് വെച്ചാണ് കണ്ടത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ തന്നെ ഇതെല്ലാം മുക്കാലിട്ട് പൈപ്പിട്ട് നേരെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതുണ്ട്. അപ്പോൾ അതിലെ വെള്ളം ആ പൈപ്പ് വഴി ഈ ഓസ് വഴി ഈ ബിന്നിൽ നട്ടണ ഫ്രൂട്ട്സ് പ്ലാന്റിലേക്ക് പോകും. അപ്പോൾ അവിടെയും വെള്ളം വേസ്റ്റ് ആവില്ല. ഈ വെള്ളമാണ് ഏറ്റവും താഴെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷി കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അത് കാണുക. അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ചീര മാത്രമല്ല, പുതിന നടാം, തക്കാളി നടാം, വെണ്ട നടാം. പിന്നെ അങ്ങനെ ചെറിയ ഒരുപാട് വലിപ്പം വയ്ക്കാത്ത സാധനങ്ങൾ കണ്ട തക്കാളി. ഇതിൻ്റെ ഒരു അക്വപോണിക്സിൽ നട്ടണം. ഇതിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് 1-2 പ്ലാന്റ് കഴിഞ്ഞാണ്. ആദ്യം പുതിനയിലായിരുന്നു ഇവിടെ, പിന്നെ ചീര, പിന്നെ തക്കാളി. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രമിക്കുക. നല്ലൊരു അനുഭവമായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.